10.5 പവൻ സ്വർണമേ പെണ്ണിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ നിയമം എവിടുന്ന് വന്നൂന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും 4 മദ്ഹബിന്റെ ഇമാമികളുടെ അഭിപ്രായത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആഭരണങ്ങളുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് സിംസാറുൽ ഹഖ് ഹുദവിയുടെ ഒരു സംസാരം കേൾക്കാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത് 10.5 പവനിലേറെ ആഭരണങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്ത്രീ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ആരാണ് അതിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയാണ് 4 ഇമാമിയങ്ങൾക്കും അങ്ങനെ അഭിപ്രായമില്ല, അഹ്ലുസുന്നത്തിലും അങ്ങനെയില്ല. എന്നിട്ട് ചോദിക്കുന്ന ഗൗരവമായൊരു ചോദ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ നമുക്ക് അവകാശമുണ്ടോ? അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 100 200 പവനുണ്ടാകട്ടെ, അതിനൊന്നും സക്കാത്തില്ല എന്ന നിലക്കാണ് സിംസാറുൽ ഹഖ് ഹുദവി സംസാരിക്കുന്നത്. അപ്പോൾ പല ആളുകളും എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, ആഭരണങ്ങൾക്ക് സക്കാത്തില്ലേ എന്നൊക്കെ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായ നിലക്ക് പ്രചരിക്കുന്നുണ്ട്. ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഈ സംസാരം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. ഏതാണെങ്കിലും എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഈ സംസാരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. സഹോദരങ്ങളെ, ആദ്യം നമുക്ക് സിംസാറുൽ ഹഖ് ഹുദവി എന്താണ് പറഞ്ഞത് എന്നൊന്ന് കേൾക്കാം. അതിനുശേഷം അതിൻ്റെ വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. ആരൊക്കെയോ പറഞ്ഞു വിടാറുണ്ട് പെണ്ണുങ്ങൾ 10.5 പവനിലേറെ സ്വർണ്ണിട്ട സക്കാത്ത് കൊടുക്കണം. ആര് പറഞ്ഞു ഇത്? 10.5 പവൻ സ്വർണമേ പെണ്ണിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ നിയമം എവിടുന്ന് വന്നൂന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും 4 മദ്ഹബിന്റെ ഇമാമികളുടെ അഭിപ്രായത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹ് ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നത്. എന്നിട്ട് ചില വിവാഹങ്ങളൊക്കെ ചില ആളുകൾ, ചില സംഘടനക്കാരുടെ പ്രത്യേകത ഉണ്ട്. 10.5 പവനിലേറെ സ്വർണ്ണുണ്ടോ ആ പുതിയ പെണ്ണിന്റെ കഴുത്തുനിന്ന് അഴിച്ചിട്ട് വാപ്പാക്ക് ഇത് കൊടുത്തത് പറ്റില്ല, 10 പറ്റുള്ളൂ. ആര് പറഞ്ഞു ഒരു പെണ്ണിന് 100 പവൻ വരെ അവൾക്ക് ആഭരണം അണിയാം? ആഭരണമായി അണിയാൻ അവരുദ്ദേശിച്ച ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഡെയിലി ഉപയോഗിച്ചോളുന്നില്ല, പക്ഷെ എന്നെങ്കിലും ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും സക്കാത്തില്ലെന്നാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, സിംസാറുൽ ഹഖ് ഹുദവിയുടെ ഈ സംസാരത്തിൽ നല്ല സൂക്ഷ്മത കുറവുണ്ട്. കുരങ്ങിന് ഏണി വെച്ചു കൊടുക്കുന്ന പണിയാണ് ഇവിടെ സിംസാർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വല്ല പഴുതുമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു വടി കൊടുത്തു, അതല്ലെങ്കിൽ അവർക്കൊരു നല്ല ചാൻസ് ഇട്ട് കൊടുത്തു. അപ്പോൾ അത്തരക്കാർ വലിയ സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് ഫത്വ കിട്ടി എന്ന നിലക്കാണ് അവരിത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ നല്ല സൂക്ഷ്മത കുറവുണ്ട്. വളരെ ഗുരുതരമായ ഒരു സംസാരമാണ് സിംസാർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ സംസാരത്തിൽ, ലിമ തുഹരിമു മാ അഹല്ലല്ലാഹ് എന്നാണ് സിംസാർ ചോദിക്കുന്നത്. അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ ആർക്കാ അവകാശം? എന്തിനാണ് നിങ്ങൾ ഹറാമാക്കുന്നത് എന്നാ പറയുന്നത്? അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? അള്ളാഹ് ഹലാലാക്കിയ ഒരു സംഗതിയെ അവർ ഹറാമാക്കുകയാണ്. അത് ഗുരുതരമാണല്ലോ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ശറഇൽ ഹലാലാക്കിയ ഒരു കാര്യത്തെ നമ്മൾ ഹറാമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ പാപമാണ്, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. ഈ ഒരു വലിയ തെറ്റ് അദ്ദേഹം ആരോപിക്കുകയാണ് ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നവരുടെ മേൽ. അങ്ങനെയാണെങ്കിൽ സിംസാറെ, ഞാൻ ചോദിക്കട്ടെ, എത്ര പണ്ഡിതന്മാർ നിങ്ങളുടെ ഈ വാദപ്രകാരം കുറ്റക്കാരായി തീരും? ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് തന്നെ സക്കാത്തുണ്ട് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരില്ലേ? നിങ്ങളൊരു വിഷയം സംസാരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളും കൃത്യമായി പരിശോധിക്കാതെ നിങ്ങളിങ്ങനെ സംസാരിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം എത്രയായിരിക്കും? ആഭരണങ്ങൾക്ക്, ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് തന്നെ സക്കാത്തുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര സ്വഹാബിമാരുണ്ട്? അപ്പോൾ ആ സ്വഹാബിമാരൊക്കെ നിങ്ങൾ ഈ ഓതിയ ആയത്തില്ലേ, ലിമ തുഹരിമു മാ അഹല്ലല്ലാഹ് എന്ന ആയത്തിൻ്റെ പരിധിയിൽ അവരൊക്കെ പെടൂലേ? നഊദു ബില്ലാഹ്. എന്താണ് ഈ പറയുന്നത്? എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ചു പറയുകയാണോ? കൃത്യമായി ആലോചിച്ചിട്ടല്ലേ പറയേണ്ടത്? അതുകൊണ്ട് സഹോദരങ്ങളെ, സിംസാർ ഈ പറഞ്ഞ വിഷയം നമ്മളൊന്ന് കൃത്യമായി അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഗൗരവമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. സിംസാറുൽ ഹഖ് ഹുദവിക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്കോ ആർക്കും തർക്കമുണ്ടാവില്ല സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന വിഷയത്തിൽ. പിന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്നത് എന്തിനാണ്? ആഭരണത്തിന് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നതാണ്.
ആഭരണത്തിന്റെ വിഷയത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ആഭരണം ഉണ്ടാക്കി, സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഒക്കെ ആഭരണം ഉണ്ടാക്കി, അതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്ക് ഒരു നിക്ഷേപമാക്കി വെക്കാൻ വേണ്ടിയാണ് ആഭരണം ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം, തർക്കമില്ല. ഇനി സ്വർണത്തിന്റെ ആഭരണം തന്നെ കച്ചവടത്തിനാണെങ്കിൽ അതിനും സക്കാത്ത് കൊടുക്കണം, ആർക്കും തർക്കമില്ല. ഇനി അതേപോലെ തന്നെ ആഭരണം ഹറാമായ ഉപയോഗത്തിനുള്ള ആഭരണമാണെങ്കിൽ അതിനും സക്കാത്ത് കൊടുക്കണം. ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്, അതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. ഈ സിംസാറിനും അതിന് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം ഇവർ തന്നെ അംഗീകരിക്കുന്ന ഇമാം നവവി റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്, അമ്മൽ ഹുലിയുൽ മുഹറം, ഹറാമായ ആഭരണങ്ങൾ, ഫതജിബു സക്കാത്തു ഫീഹി ബിൽ ഇജ്മാഇ, പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായ പ്രകാരം ഹറാമായ ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം. ഹറാമായ ഉപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പുരുഷന് സ്വർണ്ണാഭരണം ധരിക്കുക, അത് ഹറാമാണല്ലോ. അങ്ങനെയുള്ള ആഭരണമാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഇനി സ്ത്രീകൾ തന്നെ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് ആഭരണം ധരിക്കുന്നതെങ്കിൽ അതും ഹറാമായ ഉപയോഗമാണ്. സിംസാറിനോ നമുക്കോ ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമല്ല, ആ ഉപയോഗം ഹറാമാണ്. അത്തരം ആഭരണങ്ങൾക്കും സക്കാത്ത് കൊടുക്കണം, അല്ലേ? ഇനി ഒരു സ്ത്രീ എന്തിനാണ് ആഭരണം ധരിക്കേണ്ടത്? ഇസ്ലാമിൽ ഒരു സ്ത്രീ ആഭരണം ധരിക്കുന്നത് തൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി, തൻ്റെ ഇണയുടെ മുമ്പിൽ അലങ്കാരം സ്വീകരിക്കാൻ വേണ്ടിയാണ് ആഭരണം ധരിക്കേണ്ടത്. ഇനി നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിലെ അവസ്ഥ, നമ്മുടെ നാട്ടിലെ അധികം സ്ത്രീകളും, ഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും എപ്പോഴാണ് ആഭരണം ധരിക്കാറുള്ളത്? വീട്ടിൽ എത്ര ആഭരണങ്ങൾ അവർക്കുണ്ടെങ്കിലും അവരത് അഴിച്ചു വെക്കും. എന്നിട്ടോ കല്യാണത്തിന് പോകുമ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോഴും വീടിന് പുറത്തു പോകുമ്പോഴുമൊക്കെ അതെല്ലാം അണിഞ്ഞൊരുങ്ങി മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ആഭരണം അവർ ധരിക്കാറുണ്ട്. ഇപ്പൊ കല്യാണം നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലും അരയിലും കഴുത്തിലും ഒക്കെ അരപ്പട്ടയും അതേപോലെ ചെയിനും മാലയും വളയും ഒക്കെ കെട്ടിത്തൂക്കും, അല്ലേ? കല്യാണം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഊരിവെക്കും. ഭർത്താവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാറുണ്ടോ? അപ്പോൾ ഭർത്താവിൻ്റെ മുമ്പിൽ അലങ്കാരം സ്വീകരിക്കാൻ എത്ര ഒരാൾക്ക് വേണ്ടത്? അതിന് 100 പവനോ 200 പവനോ ഒക്കെ വേണോ? ഒരു മാല വേണം, അല്ലെങ്കിൽ ഏതാനും വളകൾ വേണം, പാദസരം വേണം, മോതിരം വേണം, കാതിൽ വേണം, ഇതൊക്കെയല്ലേ വേണ്ടതുള്ളൂ. പക്ഷെ 100 പവനും 200 പവനും ഒക്കെ ഈ കല്യാണത്തിനും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ സ്ത്രീകളുടെ കയ്യിലുണ്ടാകുമ്പോൾ, അവർക്ക് കൊടുക്കുമ്പോൾ ഇത്തരം ആഭരണങ്ങൾ അവരുടെ കയ്യിൽ അവർ എന്തിനാ വെക്കുന്നത്? അവർ ഭർത്താവിൻ്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങാനാണോ? ഇതൊക്കെ അധിക സ്ത്രീകളും ഉപയോഗിക്കുന്നത് പുറത്തു പോകുമ്പോൾ മറ്റുള്ള ആളുകളെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത്തരം ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ്, അതൊരു നിക്ഷേപം എന്ന നിലക്ക്, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ആകുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണ്ടേ? കൊടുക്കേണ്ടതില്ലേ? ഹറാമായ ഉപയോഗമാണെങ്കിൽ ഇമാം നവവി റഹിമഹുല്ല തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അതിനെന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണമെന്ന്. എന്നാൽ ഇനി ഒരു സ്ത്രീ ഹലാലായ ഉപയോഗത്തിന് വേണ്ടി ഉള്ള ആ സ്ത്രീക്കുള്ള ആഭരണങ്ങൾ, അതിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ? ആ വിഷയത്തിൽ മാത്രമാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഒരു വിഷയം പറയുമ്പോൾ അത് കൃത്യമായി വേർതിരിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ആ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതായത് തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ അലങ്കാരം സ്വീകരിക്കാൻ വേണ്ടി ഒരു ഭാര്യ, ഒരു സ്ത്രീ അണിയുന്ന ആഭരണങ്ങൾ, ഒരു മാല അല്ലെങ്കിൽ 4 വള, ഒരു കാതിത്തത്, അതല്ലെങ്കിൽ ഒരു പാദസരം, ഇങ്ങനെയൊക്കെ സാധാരണഗതിയിൽ അണിയുന്ന ഉപയോഗിക്കുന്ന ആഭരണം അഭിപ്രായ വ്യത്യാസമുണ്ട്. മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബൊക്കെ അതിന് സക്കാത്ത് വേണ്ട എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹനഫി മദ്ഹബിൽ അത്തരം ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്കും സക്കാത്തുണ്ട്. പക്ഷെ സിംസാർ പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്കങ്ങനെ അറിയില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല, 4 മദ്ഹബിലും അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്, പറയുന്ന കാര്യങ്ങളിൽ സൂക്ഷ്മത കുറവുണ്ട് എന്ന്. കേട്ടു നോക്കാം. 10 പവൻ സ്വർണമേ പെണ്ണിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ നിയമം എവിടുന്ന് വന്നു എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും 4 മദ്ഹബിന്റെ ഇമാമികളുടെ അഭിപ്രായത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ശരിയല്ല. ഹനഫി മദ്ഹബിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് എന്തുണ്ട്? സക്കാത്തുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന മദ്ഹബല്ലേ ഹനഫി മദ്ഹബ്. അതിൽ ഈ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്കും സക്കാത്തുണ്ട്. കാരണം എന്താണ്? അവർക്കതിന് ചില തെളിവുകളുണ്ട് എന്നതാണ്. ആ തെളിവുകളുടെ പിൻബലത്തിലാണ് അവരെന്ത് ചെയ്തത്? അതിന് സക്കാത്തുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ മദ്ഹബുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ, മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പിൻപറ്റുമ്പോൾ അന്ധമായി സ്വീകരിക്കുകയല്ല വേണ്ടത്. അതാണ് സലഫികൾ പറയുന്നത്.
മദ്ഹബിന്റെ ഇമാമുകൾ അവരവരുടെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, തെളിവ് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് അന്ധമായി സ്വീകരിക്കാനല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ തന്നെ മഹാന്മാര് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് സ്ഥിരപ്പെട്ടാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ കൃത്യമായ തെളിവിന്റെ പിൻബലമുള്ള അഭിപ്രായം ഏതാണോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്കും സക്കാത്തുണ്ട് എന്ന ഹനഫി മദ്ഹബിന്റെ വീക്ഷണം അതാണ് സത്യത്തിൽ ശരിയായ വീക്ഷണം. എന്തേ കാരണം? സ്വഹീഹായ ഹദീസ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ 1-2 സാമ്പിളുകൾ നിങ്ങളെ കേൾപ്പിക്കാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവി പറയാൻ, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറയുന്നത്? ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂൽ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. ഫറആ ഫി യദയ്യ ഫതഖാത്തിൻ മിൻ വറഖിൻ, വെള്ളി കൊണ്ടുള്ള വലിയ കുറച്ച് മോതിരങ്ങൾ എന്ത് ചെയ്തു? എൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഫതഖാത്ത് മോതിരങ്ങൾ, ഖവാത്തിം വലിയ മോതിരങ്ങൾ കണ്ടു. ഫഖാല എന്നോട് ചോദിച്ചു, മാ ഹാദാ യാ ആയിഷ, ഇതെന്താണ് ആയിഷ? ഫഖുൽതു ഞാൻ പറഞ്ഞു, സനഅതുഹുന്ന അതസയ്യനു ലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളുടെ മുമ്പിൽ അലങ്കാരം ചമയാൻ വേണ്ടി, നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഹലാലായ ഉപയോഗമാണ് അല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അന്ന ശരി, അതിന് സക്കാത്ത് കൊടുക്കണ്ടെന്നാണോ? അല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അതു അദ്ദീന സക്കാത്തഹുന്ന, ആയിഷ അതിന്റെ സക്കാത്ത് നീ കൊടുത്തിട്ടുണ്ടോ? ആയിഷ ബീവി പറയാണ്, ഖുൽതു ഞാൻ പറഞ്ഞില്ല, കൊടുത്തിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താണ്? ഹസ്ബുക്കി മിനന്നാർ, നരകത്തിൽ പോകാൻ അത് തന്നെ മതി ആയിഷ, നിനക്ക് ധാരാളം. അത് കാരണം നരകത്തിൽ പോകാൻ അത് മതി, അതുകൊണ്ട് അതിന്റെ സക്കാത്ത് കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഉപയോഗിക്കുന്ന ആഭരണമാണ്, ആ മോതിരങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് തെളിവല്ലേ? തെളിവാണ്. ഇനിയും നോക്കൂ നിങ്ങൾ, അന്നംറഅതൻ അതത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീ അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. വമഅഹാ ഇബ്നത്തുൻ ലഹാ, അവളുടെ കൂടെ അവളുടെ ഒരു പെൺകുട്ടിയുമുണ്ട്. വഫി യദി ഇബ്നതിഹാ മസകതാനി ഖലീലതാനി മിൻ ദഹബിൻ, ആ പെൺകുട്ടിയുടെ കയ്യിൽ നല്ല കട്ടിയുള്ള സ്വർണത്തിന്റെ 2 വളകളുണ്ട്. ഫഖാല ലഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അതുഅതീന സക്കാത്ത ഹാദാ, ഈ 2 വളകളുടെ സക്കാത്ത് നീ കൊടുത്തോ? കാലത്ത് അവർ പറഞ്ഞു, ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? അയസുറുക്കി അയ്യുസവ്വിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമ സിവാറൈനി മിൻ നാരിൻ, നിനക്കിഷ്ടാണോ ഇതേപോലെ ഖിയാമത്ത് നാളിൽ 2 വളകൾ നരകത്തിൽ നിന്ന് നിന്നെ ധരിപ്പിക്കുന്നത്? പേടിച്ചു അവർ. അപ്പൊ അവരെന്താ ചെയ്തതെന്നറിയോ? ഫഖലഅതുഹുമ, അവരത് ഊരി, എന്നിട്ട് ഫഅൽഖതുഹുമ, അവരത് ഇട്ടുകൊടുത്തു. ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിലേക്കാണ് ഇട്ടുകൊടുത്തു. വഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, ഹുമാ ലില്ലാഹി വലി റസൂലിഹി, ഇത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ്, അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ ചിലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് നോക്കൂ നിങ്ങൾ, ഇമാം അബൂ ദാവൂദ് 1563 നമ്പറും ഇമാം നസായി 2479 നമ്പറുമായി രേഖപ്പെടുത്തിയ ഹദീസാണ്. സ്വഹീഹായ പ്രവാചക വചനമാണ്. അപ്പോൾ ഇമാമിങ്ങൾ ഒരു അഭിപ്രായം പറയുമ്പോൾ തെളിവിന്റെ പിൻബലമുള്ള അഭിപ്രായം ഏതാണോ അതാണ് പിൻപറ്റേണ്ടത്. അത് പിൻപറ്റാനാണ് നമ്മൾ ബാധ്യസ്ഥരായിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. അപ്പോൾ സൂക്ഷ്മതയുടെ വശം എന്ന് പറയുന്നത് സക്കാത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏണി വെച്ച് കൊടുക്കലല്ല, മറിച്ച് നമുക്ക് പരലോകത്തിനും നമ്മുടെ ഖബറിനുമൊക്കെ രക്ഷപ്പെടാൻ നല്ലത് സക്കാത്ത് കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ നിലക്ക് ഉത്തരവാദിത്തമില്ലാത്ത നിലക്കുള്ള ഒരു സംസാരം നടത്തുന്നത് ഒരിക്കലും ശരിയല്ല. സിംസാറുൽ ഹഖൂദവി നടത്തിയ സംസാരത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹവും ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനും കൂടുതൽ സംസാരങ്ങളിൽ സൂക്ഷ്മത പുലർത്താനും ഒക്കെ അദ്ദേഹത്തിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.